ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജൂലൈ 11, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ ദിവസം കറണ്ട് അഫേഴ്സിന് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കൂ. കാരണം പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്തോറും ഉണ്ടാകുന്ന ആ ഒരു നോളജ് അതെപ്പോഴും നമുക്ക് എവിടെയും പെർഫോം ചെയ്യാൻ സഹായിക്കുകയുള്ളൂ. സോ എന്നും നമ്മൾ സമയം കണ്ടെത്തൂ, കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ജൂലൈ 11, നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. വേൾഡ് ഫസ്റ്റ് എവർ മലേറിയ ഡ്രഗ് ഫോർ ന്യൂ ബോൺ അപ്രൂവ്ഡ്. നവജാത ശിശുക്കൾക്കുള്ള ലോകത്തിലെ ആദ്യത്തെ മലേറിയ മരുന്നിന് അംഗീകാരം. മലേറിയ ബാധിച്ച ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള മരുന്നുണ്ടായിരുന്നില്ല. സാധാരണ കൊടുക്കുന്ന വ്യക്തികൾക്കുള്ള അതേ മരുന്ന് തന്നെയായിരുന്നു കുട്ടികൾക്കും നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് പുതിയൊരു കണ്ടുപിടുത്തം, അതായത് നവജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മരുന്നാണ് ഇപ്പോൾ അപ്രൂവൽ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കുഞ്ഞുങ്ങൾക്കും വളരെ ചെറിയ കുട്ടികൾക്കും ഉപയോഗിക്കാൻ അനുമതിയുള്ള ലോകത്തിലെ ആദ്യത്തെ മലേറിയ മരുന്നിന്റെ പേരെന്താണ്? കോർട്ടൈൻ ബേബി. കോർട്ടൈൻ ബേബി എന്ന പേരിലുള്ള ഒരു മരുന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഉപയോഗിക്കാൻ അനുമതിയുള്ള ലോകത്തിലെ ആദ്യത്തെ മലേറിയ മരുന്ന്. കുഞ്ഞുങ്ങൾക്കുള്ള ആദ്യത്തെ മലേറിയ മരുന്നായ കോർട്ടൈൻ ബേബി ഉപയോഗിക്കാൻ അനുമതി ലഭിച്ച മരുന്ന് നിർമ്മാതാവിന്റെ പേര് നൊവാർട്ടിസ്. നൊവാർട്ടിസ് എന്ന കമ്പനിയുടെ മരുന്നാണ് കോർട്ടൈൻ ബേബി. ഇതിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്രൂവൽ ലഭിച്ചിരിക്കുകയാണ്. സ്വിസ് ഡ്രഗ്സ് കമ്പനിയാണ് ഇപ്പോൾ ഇതിന് അനുമതി നൽകിയിട്ടുള്ളത്. മലേറിയ മരണങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മലേറിയ ബാധിച്ച ജനങ്ങളുള്ളത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ഏതാണ്ട് 95% മലേറിയ ബാധിച്ച വ്യക്തികൾ, മലേറിയ ബാധിച്ച രോഗികൾ ഉള്ളത് ആഫ്രിക്കയിലാണ്. 2023 ലോകമെമ്പാടും ഏകദേശം എത്ര പേർ മലേറിയ മൂലം മരിച്ചു? 1/2 ദശലക്ഷം മരണങ്ങൾ. 1 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 10 lakhs. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 5 lakh ജനങ്ങളാണ് മലേറിയ മൂലം 2023 മരിച്ചിട്ടുള്ളത്. 2023 ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏത് രാജ്യത്താണ് മലേറിയ മൂലം ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത്? നൈജീരിയ. നൈജീരിയയാണ് ഏറ്റവും കൂടുതൽ, അതായത് ഏതാണ്ട് 30% ജനങ്ങൾ നൈജീരിയയിൽ മരണപ്പെട്ടിരിക്കുകയാണ്. അതായത് നൈജീരിയ എന്ന് പറയുമ്പോൾ ലോകത്ത് തന്നെ 6ാമത്തെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം. അങ്ങനെ പറയുമ്പോൾ ആ രാജ്യത്താണ് ഏതാണ്ട് 30% മലേറിയ മരണങ്ങൾ, അതായത് ടോട്ടൽ 1/2 ദശലക്ഷം മരണങ്ങളാണ് 2023 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 30% മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് നൈജീരിയയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യസ് ഫിഷ് പ്രൊഡക്ഷൻ മോർ ദാൻ ഡബിൾ ഇൻ 11 years ബിക്കോസ് ഓഫ് ദി ബ്ലൂ റവല്യൂഷൻ. നീല വിപ്ലവം കാരണം 11 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ മത്സ്യോൽപാദനം ഇരട്ടിയിലധികമായി. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ബ്ലൂ റവല്യൂഷൻ 1985-90 ആരംഭിച്ച ഒന്നാണ് ബ്ലൂ റവല്യൂഷൻ. അതിനെ നീൽ ക്രാന്തി മിഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ബ്ലൂ റവല്യൂഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 1985 ആൻഡ് 1980 എന്ന ഈ ഒരു 5-year പ്ലാനിലാണ് ബ്ലൂ റവല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലെവലിലുള്ള, അതുപോലെ തന്നെ ഫാർമേഴ്സിൻ്റെ, മത്സ്യബന്ധന തൊഴിലാളികൾക്കായി ബന്ധപ്പെട്ട് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു ബ്ലൂ റവല്യൂഷൻ 1985-1990 7th 5-year പ്ലാൻ. ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മത്സ്യോൽപാദനം എത്രയാണ്? 195 ലക്ഷം ടൺ. 195 lakhs ടൺ ആണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മത്സ്യോൽപാദനം. 2013-14 സാമ്പത്തിക വർഷം മുതൽ 2024-25 സാമ്പത്തിക വർഷം വരെ ഇന്ത്യയുടെ മത്സ്യോൽപാദനത്തിൻ്റെ വളർച്ച ശതമാനം എത്രയാണ്? 104% വളർച്ച. 2013-14 ഏതാണ്ട് 11 വർഷം. ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അത് 104% ആണ്. 104% ഗ്രോത്ത് ആണ് വന്നിട്ടുള്ളത്. 195 ലക്ഷം ടൺസ് ആണ് 2024-25 ഇന്ത്യയുടെ മത്സ്യോൽപാദനം. എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ദേശീയ മത്സ്യ കർഷക ദിനം ആചരിക്കുന്നത്? ജൂലൈ 10. ജൂലൈ 10-ാം തീയതിയാണ് എല്ലാ വർഷവും നാഷണൽ ഫിഷ് ഫാർമേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കറണ്ട് അഫേഴ്സിൽ ഉണ്ടായിരുന്നു. അതായത് കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്
ഈ അവാർഡ് ലഭിച്ച ഡിസ്ട്രിക്ട് ഏതാണെന്ന് അത് കാസർഗോഡായിരുന്നു. 2025 ദേശീയ മത്സ്യ കർഷക ദിനത്തിന്റെ മത്സ്യോൽപാദനത്തിന് വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് ആദരിക്കപ്പെടുകയും അനുസ്മരിക്കപ്പെടുകയും ചെയ്ത 2 ശാസ്ത്രജ്ഞരുടെ പേരുകൾ എന്തൊക്കെയാണ്? ഹരിലാൽ ചൗധരിയും ഡോക്ടർ KH അലിക്കുഞ്ഞ്. ഹരിലാൽ ചൗധരിയും ഡോക്ടർ KH അലിക്കുഞ്ഞ് ഇവരുടെ പേരിലാണ് 2025 നാഷണൽ ഫിഷ് ഫാർമേഴ്സ് ഡേ ആയിട്ട് ആചരിച്ചിട്ടുള്ളത്. അവരെ ആദരിക്കുകയും അവരെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതായത് ഹീരാലാൽ ചൗധരി, ഡോക്ടർ KH അലിക്കുഞ്ഞ് ഇവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 2025 നാഷണൽ ഫിഷ് ഫാർമേഴ്സ് ഡേ ആയിട്ട് ആചരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യോൽപാദനം നടത്തുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് ആണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് മത്സ്യോൽപാദനം നടത്തുന്നത്. ഇന്ന് ലോകത്ത് മത്സ്യോൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനത്താണ്. അതായത് ഇന്ന് ലോകത്ത് ആവശ്യമായിട്ടുള്ള മത്സ്യത്തിന്റെ 8% നൽകുന്നത് ഇന്ത്യയാണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ടു ബീറ്റ് മോസ്കിറ്റോ മെനാസ് ആന്ധ്രാപ്രദേശ് AI പവേർഡ് സർവിലൻസ് സിസ്റ്റം. കൊതുകുകളുടെ ഭീഷണിയെ നേരിടാൻ ആന്ധ്രാപ്രദേശിന്റെ AI പവേർഡ് സർവിലൻസ് സിസ്റ്റം. ഇന്ന് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ലോകമായി മാറിയിരിക്കുകയാണ്. ഡ്രോൺ സിസ്റ്റം വഴി AI ഘടിപ്പിച്ചുകൊണ്ടുള്ള കൊതുകുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആന്ധ്രാപ്രദേശിന്റെ പുതിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കൊതുകുകളെയും വെക്ടർ വഴി പകരുന്ന രോഗങ്ങളെയും ചെറുക്കുന്നതിന് AI അധിഷ്ഠിത പരിപാടി ഉപയോഗിക്കാൻ മുൻകൈയെടുത്ത സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് കൊതുകുകൾ എവിടെയുണ്ട് അവിടെയെല്ലാം AI ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു സ്പ്രേ സിസ്റ്റം നടത്തുകയും ഡ്രോൺ വഴി സ്പ്രേ സിസ്റ്റം നടത്തുകയും ചെയ്യുന്ന ആ ഒരു പുതിയ സിസ്റ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആന്ധ്രാപ്രദേശിൽ. കൊതുകുകളെയും വെക്ടർ വഴി പകരുന്ന രോഗങ്ങളെയും ചെറുക്കാൻ ആന്ധ്രാപ്രദേശ് ഏത് AI പവർഡ് ഇനിഷ്യേറ്റീവ് സിസ്റ്റം ഉപയോഗിക്കും? ദി സ്മാർട്ട് മോസ്കിറ്റോ സർവിലൻസ് സിസ്റ്റം SMOSS. അതായത് ഏതെല്ലാം ഭാഗങ്ങളിലാണ് കൊതുകുകൾ ഉള്ളത് അതിന് കൃത്യമായിട്ട് AI വഴി ഡ്രോൺ സിസ്റ്റം കണ്ടുപിടിക്കുകയും ആ ഒരു പ്രദേശത്ത് കൊതുകുനാശിനി സ്പ്രേ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുതിയ സിസ്റ്റമാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് സ്പ്രിന്റർ അനിമേഷ് കുജൂർ ഹു ബ്രോക്ക് ദി നാഷണൽ റെക്കോർഡ്. ദേശീയ റെക്കോർഡ് തകർത്ത സ്പ്രിന്റർ അനിമേഷ് കുജൂർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ് 100 മീറ്റേഴ്സ് റേസിൽ അനിമേഷ് കുജൂർ ദേശീയ റെക്കോർഡ് വീണ്ടും തകർത്തു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 100 മീറ്റർ ഓട്ടത്തിലെ ഏറ്റവും വേഗതയേറിയ ഇന്ത്യക്കാരൻ ആരാണ്? സ്പ്രിന്റർ അനിമേഷ് കുജൂർ. 100 മീറ്റർ എന്ന് പറയുമ്പോൾ ദ ഫാസ്റ്റസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിപ്പോൾ അനിമേഷ് കുജൂർ ആണ്. സ്പ്രിന്റർ അനിമേഷ് കുജൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന അനിമേഷ് കുജൂർ. ഗ്രീസിൽ നടന്ന ഡ്രോമിയ ഇന്റർനാഷണൽ സ്പ്രിന്റ് മീറ്റിൽ ദേശീയ റെക്കോർഡ് തകർത്ത് സ്പ്രിന്റർ അനിമേഷ് കുജൂറിന്റെ ഏറ്റവും പുതിയ സമയം എന്താണ്? 10.18 സെക്കൻഡ്. ഇന്നത്തെ അനിമേഷ് കുജൂറിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു റെക്കോർഡ് ആണ് 10.18 സെക്കൻഡ്. 2024 കണക്കനുസരിച്ച് ഇന്ന് ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നോ ലൈൽസ്. US താരമായിട്ടുള്ള നോ ലൈൽസ് 100 മീറ്റേഴ്സ് 2024 റെക്കോർഡാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ്. അദ്ദേഹത്തിന്റെ ടൈം ആണ് 9.79 സെക്കൻഡ്. ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് മാൻ ആയിട്ടുള്ള അനിമോൾ കുജൂറിന്റെ ടൈം ആണ് 10.18 സെക്കൻഡ്. ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് മാൻ ആയിട്ടുള്ള നോ ലൈൽസിന്റെ ടൈം ആണ് 9.79 സെക്കൻഡ്. ദക്ഷിണ കൊറിയയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 20.32 സെക്കൻഡിൽ സ്ഥാപിച്ച 200 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് ആർക്കാണ്? സ്പ്രിന്റർ അനിമേഷ് കുജൂർ. ഇന്നിപ്പോൾ 100 മീറ്റേഴ്സിലും 200 മീറ്റേഴ്സിലും റെക്കോർഡുള്ള വ്യക്തിയാണ്, നാഷണൽ റെക്കോർഡുള്ള വ്യക്തിയാണ് അനിമേഷ് കുജൂർ. 100 മീറ്റേഴ്സിലാണെങ്കിൽ 10.18 സെക്കൻഡ്, 200 മീറ്റേഴ്സിലാണെങ്കിൽ 20.32 സെക്കൻഡ് ആണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് വേൾഡ് പോപ്പുലേഷൻ ഡേ 2025, ലോക ജനസംഖ്യാ ദിനം 2025. ഇന്ന് ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എല്ലാ വർഷം ഏത് തീയതിയിലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്? ജൂലൈ 11. ഇന്ന് ജൂലൈ 11 ലോകമെമ്പാടും വേൾഡ് പോപ്പുലേഷൻ ഡേ ആയിട്ട് ആചരിക്കുകയാണ്. 2025 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദി ഫാമിലീസ് ദേ വോണ്ട് ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ്. നിയുക്തവും പ്രതീക്ഷ നൽകുന്നതുമായ ഒരു ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ
സൃഷ്ടിക്കാൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ് ഈ പ്രാവശ്യത്തെ 2025 വേൾഡ് പോപ്പുലേഷൻ തീം. 1987 ജൂലൈ 11 നടന്ന 5 ബില്യൺ ദിനം എന്ന പൊതു താൽപര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഏത് വർഷത്തിലാണ് ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത്? 1987 ജൂലൈ 11 തീയതിയാണ് 5 ബില്യണിലേക്ക് വേൾഡ് പോപ്പുലേഷൻ എത്തിയിട്ടുള്ളത്. 1990 പിന്നീട് അതിനെ വേൾഡ് പോപ്പുലേഷൻ ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാണ്. 146 കോടി ജനങ്ങൾ. തൊട്ടുപുറകെ ചൈന 141 കോടി. 3-ാം സ്ഥാനത്ത് US, 4-ാം സ്ഥാനത്ത് ഇന്തോനേഷ്യ, പിന്നെ പാകിസ്ഥാൻ, നൈജീരിയ, ബ്രസീൽ, ബംഗ്ലാദേശ്, റഷ്യ, എത്യോപ്യ. ഇന്ന് US 3-ാം സ്ഥാനത്തും റഷ്യ 9-ാം സ്ഥാനത്തുമാണ്. ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ 5-ാം സ്ഥാനത്തും ബംഗ്ലാദേശ് 8-ാം സ്ഥാനത്തുമാണ്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.